ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. MBBS കോഴ്സിലേക്കുള്ള മോപ്പപ്പ് കൗൺസിലിങ്ങിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ 16-ാം തീയതി വരെ കൊടുക്കാനുള്ള സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നല്ലോ അല്ലേ. നമ്മൾ വീഡിയോ അതിനെപ്പറ്റി ഇട്ടിരുന്നു. അപ്പോൾ അതിലൊരു രജിസ്ട്രേഷൻ ഫീയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ആരാണ് രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ടത്, ആരൊക്കെയാണ് കൊടുക്കേണ്ടാത്തത് മുതലായ കാര്യങ്ങളൊക്കെ. അപ്പോൾ കീം ഇതിപ്പോൾ അതിനെപ്പറ്റി ഒരു നോട്ടിഫിക്കേഷനായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആക്കിയിട്ട് അപ്പോൾ നമുക്ക് ആ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വിശദാംശത്തിലേക്ക് കടക്കാം. MBBS കോഴ്സിലേക്കുള്ള മോപ്പപ്പ് കൗൺസിലിംഗ് ഓപ്ഷൻ രജിസ്ട്രേഷൻ 16/12/2020 അവസാനിക്കുന്നു. 2020-21 അധ്യയന വർഷത്തെ MBBS കോഴ്സിൻ്റെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ 16-ാം തീയതി പൂർത്തിയാകുന്നതാണ്. ഇതിനുശേഷം വരുന്ന ഒഴിവുള്ള സീറ്റുകൾ പ്രവേശന പരീക്ഷ കമ്മീഷണർ നടത്തുന്ന ഓൺലൈൻ മോപ്പപ്പ് കൗൺസിലിങ്ങിലൂടെ ആയിരിക്കും നികത്തുന്നത്. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് ഓൺലൈൻ മോപ്പപ്പ് കൗൺസിലിംഗ് വഴി ബാക്കി വരുന്ന സീറ്റുകൾ നികത്തുന്നതായിരിക്കും. ഇതിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി 16-ാം തീയതി രാവിലെ 10 മണി വരെയാണ്. അപ്പോൾ നാളെ രാവിലെ 10 മണി വരെയാണ് സമയം. കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും നിലവിൽ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ മുൻ അലോട്ട്മെൻറ്റ് വഴി പ്രവേശനം ലഭിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, അതായത് അലോട്ട്മെൻറ്റ് മുമ്പ് കിട്ടിയവർക്കും അല്ലാത്തവർക്കും ഒക്കെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവരുന്ന സീറ്റുകളുടെയും അനുവദനീയമായ കോളേജ് മാറ്റം മൂലമുണ്ടാകുന്ന ഒഴിവുകളുടെയും 5 മടങ്ങ് എണ്ണം വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകളുടെയും റിസർവേഷൻ മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിന് ഒരു 5 ടൈംസ് എത്ര ഒഴിവുള്ളതിൻ്റെ 5 ഇരട്ടി ആൾക്കാരെ വെച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തും. ഇനി ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ ബാധകമാവുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഫീ ആർക്കാണ് ബാധകമെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് എലിജിബിൾ ആവുന്നവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ ബാധകമാവുന്നത്. ഇനി പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ അലോട്ട്മെൻറ്റ് വഴി പ്രവേശനം ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ അലോട്ട്മെൻറ്റ് വഴിയല്ലാതെ മറ്റു കോഴ്സ്, അതായത് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളോ പാരാമെഡിക്കൽ കോഴ്സുകളോ ഒക്കെ പ്രവേശനം ലഭിച്ചവർ ഫീസ് ഒടുക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വിജ്ഞാപന പ്രകാരമുള്ള രേഖകളുമായി വെരിഫിക്കേഷൻ അവർ ഹാജരാകുകയും ചെയ്യണം. എന്നാൽ നിലവിൽ MBBS കോഴ്സിന് സർക്കാർ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ഫീ ഒടുക്കേണ്ടതില്ല. ശ്രദ്ധിക്കുക, MBBSന് ഗവൺമെൻറ്റോ, ഇത് MBBSനുള്ള അലോട്ട്മെൻ്റ് ആണല്ലോ, അതുകൊണ്ട് MBBSന് സർക്കാരോ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ടി വരില്ല. അവർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി ഹാജരാകുകയും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ BDS കോഴ്സിന് സർക്കാർ ഡെൻ്റൽ കോളേജുകളിൽ പ്രവേശനം ലഭിച്ച അധികമായി വരുന്ന തുക രജിസ്ട്രേഷൻ ഫീസിനത്തിൽ അടയ്ക്കേണ്ടതാണ്. BDSന് ഗവൺമെൻറ് കോളേജിൽ ലഭിച്ചവർക്ക് അധികമായി എത്ര തുക വരുന്നോ അത് രജിസ്ട്രേഷൻ ഫീസിനത്തിൽ അടക്കണം. അവർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഹാജരാകേണ്ട, പക്ഷേ എക്സ്ട്രാ വരുന്നത് ഫീ അടച്ചാൽ മാത്രം മതി. സ്വാശ്രയ ഡെൻ്റൽ കോളേജിൽ BDSന് പ്രവേശനം ലഭിച്ചവരാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ടതില്ല, കാരണം അവരുടെ ഫീ ഈ രജിസ്ട്രേഷൻ ഫീനേക്കാൾ അധികമായിരിക്കും. അതുകൊണ്ട് അവർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 12/20 വിജ്ഞാപന പ്രകാരം രേഖകളുമായി NOC അടക്കം നിർബന്ധമായും ഹാജരാകുകയും ചെയ്യണം. ഇനി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ വിവരങ്ങൾ പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ വെബ്സൈറ്റായ ce.kerala.gov.in 17/12/2020 പ്രസിദ്ധീകരിക്കുന്നതാണ്. 17-ാം തീയതി തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇനി മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വഴി പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസിനത്തിൽ അടച്ച തുക ട്യൂഷൻ ഫീസിനത്തിൽ വകയിരുത്തുന്നതാണ്. ഈ മോപ്പപ്പ് വഴി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന രജിസ്ട്രേഷൻ ഫീ, അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇത് എക്സ്ട്രാ ആണോ? അല്ല, അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ട്യൂഷൻ ഫീനത്തിൽ അതുകൂടി കുറച്ചിട്ടേ പിന്നെ കൊടുക്കേണ്ടി വരുള്ളൂ. മോപ്പപ്പ് അലോട്ട്മെൻറ്റ് മുഖേന പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീ തിരികെ നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും അവർ പേടിക്കേണ്ട. എന്നാൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ ലഭിച്ചിട്ടും തുടർന്നുള്ള പ്രവേശന നടപടികൾ പങ്കെടുക്കാതിരിക്കുകയോ പ്രവേശനം നഷ്ടമാക്കുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് അനാവശ്യമായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ ഫീ നൽകുന്നു. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അലോട്ട്മെൻറ്റ് എടുക്കാതിരുന്ന രജിസ്ട്രേഷൻ ഫീ തിരിച്ചു നൽകില്ല. മാത്രമല്ല, പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.4 പ്രകാരമുള്ള നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്.
മോപ്പപ്പ് അലോട്ട്മെൻറ്റിന് ശേഷവും ഒഴിവുകൾ വരുന്ന പക്ഷം അവ സ്ട്രേ വേക്കൻസികളായി പരിഗണിച്ച് മോപ്പപ്പ് റൗണ്ടിലെ ഓപ്ഷനുകളെ അടിസ്ഥാനമാക്കി അതത് കോളേജുകളിൽ പിന്നീട് നികത്തുന്നതായിരിക്കും. അത് മോപ്പപ്പ് അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന വേക്കൻസി സ്ട്രേ വേക്കൻസിയായി കൺസിഡർ ചെയ്ത് മോപ്പപ്പ് റൗണ്ടിലെ ഓപ്ഷനുകളെ അടിസ്ഥാനമാക്കി പിന്നീട് നികത്തുന്നതായിരിക്കും. ആയതിനാൽ സ്ട്രേ വേക്കൻസികളേക്ക് പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള കോളേജുകളിൽ ഈ ഘട്ടത്തിൽ തന്നെ നിർബന്ധമായും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് ചിലപ്പോൾ ഇനി ചാൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വേണ്ട ഓപ്ഷൻസ് എല്ലാം ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. കാരണം അടുത്ത സ്ട്രേ വേക്കൻസികളും ഇതിൽ നിന്നായിരിക്കും പരിഗണിക്കുക. അപ്പോൾ ഇതാണ് രജിസ്ട്രേഷൻ ഫീനെ സംബന്ധിച്ചിട്ടൊക്കെ ഉള്ള വിശദമായ വിജ്ഞാപനം. അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായി പുതിയ വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.